എല്ലാ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മുരിക്കാശ്ശേരിയിലാണുള്ളത്, നമ്മുടെ നൗഷാദക്കയോടൊപ്പം. നൗഷാദക്ക, നമസ്കാരം. നമസ്കാരം. ഓക്കെ, അപ്പോൾ ഇന്ന് ഇക്ക വിളിച്ചത് നമ്മുടെ മംഗോ കൊക്കോ, അതുപോലെ തന്നെ കുറേ വെറൈറ്റികൾ കൃഷി ചെയ്യുന്നൊരു കർഷകൻ്റെ തോട്ടത്തിൽ വന്ന് അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എടുക്കാനായിട്ടാണ്. പിന്നെ ഇവിടെ മുരിക്കാശ്ശേരി കൊക്കോ എന്നാണ് പറയും നമ്മൾ, അതുപോലെ തന്നെ മംഗോ കൊക്കോ എന്നും പറയും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത അല്ലേക്കാ? അതെ അതെ. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ഇക്കയുടെ കുറേ അറിവുകളും അതുപോലെ തന്നെ നമ്മുടെ ഈ തോട്ടത്തിൻ്റെ ഉടമസ്ഥനായ ജമാലിക്കയുടെ ആ ഒരു കൃഷി അറിവുകളൊക്കെ നമുക്ക് പ്രേക്ഷകരോടൊന്ന് ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിൽ പോയാലോ? അപ്പോൾ ഈ ഒരു മംഗോ കൊക്കോയുടെ ഒരു പ്രത്യേകത കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് കർഷകൻ പറഞ്ഞു വരും, അല്ല ഇക്കായും പറഞ്ഞു തരണം. അപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, ഇതാണ് നമ്മുടെ ജമാലിക്ക. ഇടുക്കി ജില്ലയിലെ മുരിക്കാശ്ശേരിയിലുള്ള ജമാലിക്കയുടെ കൃഷിയിടത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ജമാലിക്ക ഇവിടെ സമ്മിശ്രമായിട്ടാണ് കൃഷി ചെയ്തിരിക്കുന്നത്. കൊക്കോ, കുരുമുളക്, ജാതി, റബ്ബർ, ഇങ്ങനെ ഈ 4 വിളകളാണ് ഇതിൻ്റെ അകത്ത് സമ്മിശ്രമായിട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് എല്ലാ വിളകളിലും നല്ല ആദായം തരുന്ന രീതിയിലാണ് ജമാലിക്ക കൃഷി ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഏറ്റവും മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കൊക്കോയാണ്. കൊക്കോയ്ക്ക് ഏതാണ്ട് 1000-ന് വില എത്തിയിരിക്കുകയാണ്. ഈ അവസരത്തിൽ കർഷകരെല്ലാം കൂടുതൽ സെർച്ചുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു, കൃഷിയെക്കുറിച്ച് അറിയാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. ആ അവസരത്തിലാണ് നമ്മളിന്ന് കൊക്കോയെക്കുറിച്ച് സംസാരിക്കുന്നത്. ജമാലിക്ക, അപ്പം നമുക്ക് ഈ ഒരു കൊക്കോ കൃഷിയെ പറ്റി ഒന്ന് മനസ്സിലാക്കാം. എത്ര വർഷമായി കൃഷി തുടങ്ങാൻ? ഞാനൊരു 15 വർഷം ആയി കൊക്കോ കൃഷി തുടങ്ങി. കൊക്കോ മാത്രമായിട്ട്. അപ്പം ഇതിനകത്ത് റബ്ബറും ഉണ്ട്, റബ്ബറുണ്ട്, ജാതിയുണ്ട്, കൊടിയുണ്ട്, എല്ലാ ഐറ്റം സാധനങ്ങളും ഉണ്ട്. മെയിനായിട്ട് കൊക്കോയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ മംഗോ ഇനം കൊക്കോയാണ് ഏറ്റവും കൂടുതൽ. അതെ അതെ അതെ. അപ്പോൾ അതിൻ്റെ എന്ത് പ്രത്യേകത കൊണ്ടാണ് അത് മാത്രം സെലക്ട് ചെയ്യുന്നത്? അതിന് കേട് കുറവുണ്ട്, പിന്നെ അത്യാവശ്യം നല്ല കായാണ്, പരിപ്പൊക്കെ നല്ല മുഴുത്താണ്. ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല തൂക്കം കിട്ടും. പുതിയ ഇനം വന്നായിരുന്നു ഇടയ്ക്ക്, പക്ഷേ അതിന് ഉണങ്ങി കഴിയുമ്പോൾ തൂക്കം കുറവാണ്. അപ്പോൾ നമ്മളത് പച്ചയ്ക്ക് കൊടുക്കേണ്ട ഒരു അവസ്ഥ. അതുകൊണ്ടാണ് ഈ മംഗോ കൊക്കോ തന്നെയാണോ ഈ മുരിക്കാശ്ശേരി കൊക്കോ എന്നറിയപ്പെടുന്നത്? അത് തന്നെയാണ് മുരിക്കാശ്ശേരി കൊക്കോ എന്നാണ് എൻ്റെ ഒരു അറിവ്. ഇപ്പോൾ ഏതൊക്കെ രീതിയിലുള്ളൊരു വളപ്രയോഗങ്ങളാണ് ഇക്ക കൊടുക്കുന്നത്? വളം കൊക്കോയ്ക്ക് ഒരു പരിധി വിട്ടുള്ള വളമില്ല, എന്നാലും വളം ചെയ്യണം. അതായത് വർഷത്തിൽ നമ്മൾ ചാണകപ്പൊടി ഇടണം, പിന്നെ യൂറിയ, പൊട്ടാഷ്യം, രാജ് ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞ്, അതായത് റോക്ക് ഫോസ്ഫേറ്റ്, അത് 3 മിക്സ് ചെയ്ത് തുല്യ അളവിൽ ഒരു 300 ഗ്രാമോ, അല്ലെങ്കിൽ ആ കൊക്കോയുടെ വലിപ്പം അനുസരിച്ച്. ചെറിയ കൊക്കോ ആണെങ്കിൽ 200, 100. എത്ര അടി അകലം വിട്ടിട്ടാണ് കൊടുക്കുന്നത് ഈ തണ്ടിൽ നിന്നും? തണ്ടിൽ നിന്ന് ഒരു 1 അടി 1.5 അടിയൊക്കെ അകലത്തിൽ മാറ്റിയിട്ടാണ് വളം പ്രയോഗിക്കുന്നത്. ഇപ്പോൾ പ്രധാനമായിട്ടും കണ്ടുവരുന്ന രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ മെയിൻ കൊക്കോയ്ക്ക് എന്ന് പറഞ്ഞാൽ തേയിലക്കൊതുകിൻ്റെ ഒരു പ്രശ്നമുണ്ട്. വർഷത്തിൽ വേനലാകുമ്പോഴത്തേക്കും തേയിലക്കൊതുക് വരും. അപ്പോൾ ഒരു ടാറ്റാമിഡ അടിക്കണം, എന്നാലേ മാറുള്ളൂ. പിന്നെ ഉള്ളത് നമുക്ക് മഴയത്ത് ചീക്കുകേട് വരും, അതിന് തുരിശും കുമ്മായവും അടിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇപ്പം നമ്മൾ മരുന്നിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ വളരെ നൈസായിട്ടാണ് അത് അടിക്കുന്നത്. അതിനെന്ന് വെച്ചാൽ എനിക്കിവിടെ ഒരു 250 കൊക്കോയുണ്ട്. ഞാനതിന് 1 കിലോ തുരിശും 100 കക്കയും മിക്സ് ചെയ്താണ് അടിക്കുന്നത്. ഓക്കെ, പക്ഷെ എല്ലാവർക്കും അത് വരില്ല. അതിനെന്ന് വെച്ചാൽ 200 ലിറ്റർ വെള്ളത്തിലേക്കാണോ? അല്ല, 100 ലിറ്റർ വളരെ നൈസായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഏപ്രിൽ മാസമാണ് നമ്മൾ നിൽക്കുന്നത്, ഇപ്പോൾ വിളവ് കുറവാണ്. അപ്പോൾ വർഷത്തിൽ എത്ര പ്രാവശ്യം നമുക്ക് ഈ മംഗോ കൊക്കോ വിളവ് വരുന്നുണ്ട്? അല്ല, വിളവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും തന്നെ ഉണ്ട് കൊക്കോ. പിന്നെ മെയിൻ ആയിട്ടുള്ള കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ പുതുമഴ പെയ്ത് ഇപ്പം ഇനി പൂവാകുന്നു. ഇപ്പോൾ ഒരു മഴ കഴിഞ്ഞ് ചെറുതായിട്ട്, ഇനി 2 മഴയോടെ പെയ്ത് കഴിയുമ്പോൾ നല്ല പൂവാകും. അപ്പോൾ നമ്മൾ വളപ്രയോഗം നടത്തും. അതിനെന്ന് വെച്ചാൽ ചാണകപ്പൊടിയൊക്കെ ഇട്ട് യൂറിയയും പിന്നെ പൊട്ടാഷ്യം, രാജ്ഫോസോടെ മിക്സ് ചെയ്ത് ഇടുന്നു. പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെന്നെങ്കിലും ഒരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട് മണ്ണ് ഒരു 2 കൊട്ട എടുത്ത് അതിൻ്റെ മുകളിൽ കറക്റ്റ് നമ്മൾ തൂളാറുണ്ട്. അതെന്ന് വേര് പൊങ്ങി വരുന്നത് അത് കൊക്കോയ്ക്ക് ഞാൻ നമ്മൾ പണ്ട് തൊട്ട് ചെയ്യുന്നൊരു സംവിധാനമാണ്. മണ്ണിങ്ങനെ ഒരു അപ്പം മഴ കഴിയുമ്പോൾ വീണ്ടും പെയിൻ്റൊക്കെ അങ്ങ് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളൊന്നുകൂടെ റെഡിയാക്കി സെറ്റ് ചെയ്യും. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ വേനൽക്കും അതുപോലെ തന്നെ മഴയുള്ള സമയത്തൊക്കെ ഒരേപോലെ തന്നെ ഉൽപ്പാദനം തരുന്ന ഒന്നാണോ ഈ മംഗോ കൊക്കോ? നിലവിൽ വലിയ കുഴപ്പങ്ങളില്ല. ഇപ്പോൾ ഒരു മഴക്കാലം കഴിഞ്ഞ് വരുമ്പോഴാണ് നല്ലൊരു കാ വരുന്നത്. അത് കഴിഞ്ഞ് ഒരു വേനൽ കൊക്കോ ആയിട്ട് ഫസ്റ്റ് അങ്ങ് തീരും. അത് കഴിഞ്ഞ് പുതുമഴ പെയ്തിട്ട് നല്ലൊരു കായങ്ങ് വരും. പിന്നെ പൊതുവെ ഫുൾ സമയം നമുക്ക് കായുണ്ട്. ഓക്കെ, ഈ നാടൻ വെറൈറ്റികൾ ഒരുപാടുണ്ടല്ലോ, അതും ഈ മംഗോ കൊക്കോയും തമ്മിലുള്ള ഒരു കമ്പയർ ചെയ്യാനുള്ളൊരു വ്യത്യാസം എന്താണ്?
നാടൻ കൊക്കോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വളരെ അതിൻ്റെ അളവ് കുറവാണ് പൊട്ടിച്ച് കഴിയുമ്പോൾ പരിപ്പിൻ്റെ നമ്മളത് പണി കൂടുതലാണ്. നമ്മൾ പറിച്ച് പൊട്ടിച്ച് നമുക്കിത് കൊണ്ടുപോകാൻ ഭയങ്കര റിസ്ക്. ഇതെന്ന് പറഞ്ഞാൽ ഒരു കൊക്കോ എനിക്ക് 650 ഗ്രാം വരെയും പരിപ്പ് കിട്ടുന്നുണ്ട്. നല്ല കൊക്കോ, അതായത് എല്ലാ കൊക്കോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നല്ല ആരോഗ്യമുള്ള കൊക്കോയിലെ നല്ല മുഴുത്ത കൊക്കോ പറിച്ച് പൊട്ടിച്ചാൽ 650 ഗ്രാം പരിപ്പ് കിട്ടും. ഓക്കെ, അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇപ്പം ഈ വില കൂടിയ സമയത്ത് അല്ലെങ്കിൽ പോലും നമുക്ക് ലാഭമാണ്. ഈ പച്ചക്കായാണ് 650 ഗ്രാം കിട്ടുന്നത്, ഉണക്കി അല്ലല്ല പച്ച. ഓക്കെ ഓക്കെ. ഉണങ്ങി വരുമ്പോൾ എത്ര വെയിറ്റ് വരുന്നുണ്ട്? 200-350 നമുക്ക് 1 കിലോ കിട്ടും. ശരാശരി നമുക്ക് അങ്ങനെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു കൊക്കോ പറിച്ചാൽ തന്നെ ഉണ്ട് നല്ല നമുക്കൊരു പൈസ കിട്ടും. അതിപ്പോൾ 200 രൂപ വില ഉള്ളൂങ്കിൽ നമുക്ക് കൊക്കോ കൃഷി ലാഭം തന്നെ. ഈ സീഡിനൊക്കെ നീളവും വലിപ്പവും മുഴുത്ത പരിപ്പാണ്. നമുക്ക് ഇടയ്ക്ക് ഓർമ്മ പൊട്ടിച്ചു നോക്കാം. ഇപ്പൊ വേനലായതുകൊണ്ട് ഒരു ചെറിയ വലിപ്പക്കുറവുണ്ട്. അതിനെന്ന് വെച്ചപ്പോൾ നല്ല വെയിലായിരുന്നു ഈ തവണ. ശരി, നമുക്കിപ്പോ ലാസ്റ്റ് ഡിസംബർ ഒക്കെ സമയത്ത് ലാസ്റ്റ് മഴ കിട്ടി. ഇപ്പൊ 4 മാസം നമുക്കൊക്കെ കഴിഞ്ഞ ആഴ്ചയാണ് മഴ കിട്ടിയത്. അതുകൊണ്ട് നല്ല കൊക്കോയ്ക്ക് ആ ഒരു എല്ലാവർക്കും തന്നെ കൊക്കോ കൃഷിയുള്ളവർക്ക് അറിയാൻ പറ്റും. അതിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മൊത്തത്തിലൊരു കൊക്കോ എന്നല്ല എല്ലാ സാധനത്തിനും ഒരു വലിപ്പക്കുറവും ഒരു ചുരുങ്ങലൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ സമയത്ത് കൊക്കോ, കുരുമുളക്, കാപ്പി ഇതിനെല്ലാം വില കൂടി നിൽക്കുകയാണ്. അതെ അതെ. അപ്പോൾ ഈ മാർക്കറ്റിൽ ഇപ്പോൾ ഏകദേശം ഇപ്പോൾ 1000 രൂപയ്ക്ക് അടുത്ത് വന്നു. 960-നാണ് ഈ ആഴ്ച ഞങ്ങൾ കൊടുത്തത്. അപ്പോൾ ഇപ്പോഴും ലാഭകരം, ഈ ഒരു പെട്ടെന്ന് വില കൂടി കഴിഞ്ഞപ്പോഴേക്കും നല്ലൊരു ലാഭകരത്തിലേക്ക് അല്ല. കൊക്കോ കൃഷി എപ്പോഴും ലാഭകരമല്ലോ. കൊക്കോ എന്നെ സംബന്ധിച്ച് 16 വർഷമായിട്ട് കൊക്കോ കൃഷിയാണ് നമുക്ക് ഏറ്റവും മെയിൻ. അതിനെന്ന് വെച്ചാൽ അതിന് കൂടുതൽ കേട് വരാറില്ല. നമുക്ക് മറ്റേ ജാതിയോ ആണെങ്കിലും ഉണക്ക് വരാറുണ്ട്. കൊടിയാണെങ്കിൽ നമുക്ക് ഇന്ന് പാട്ട് നല്ല പരിപാലിച്ച് കൊണ്ടുവന്ന് ചിലപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഇല്ല. കൊക്കോ അങ്ങനെയല്ല, നമ്മൾ പണിതാൽ നല്ല ആദായം കിട്ടും, അല്ലെങ്കിൽ ഒരു മീഡിയം ലെവലിൽ പോവും. ഈ കൊക്കോ കൃഷി മെയിനായിട്ട് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഏതൊക്കെയാണ് നമ്മൾ ഇടവിളകളായിട്ട് ചെയ്തേക്കുന്നത്? ഇടവിള എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ ഈ പറമ്പിൽ ജാതിയുണ്ട്, റബ്ബറുണ്ട്. ഇപ്പോൾ കണ്ടില്ല, എല്ലാ റബ്ബർ ഫുള്ള് നിൽക്കുന്നു, ജാതി നിൽക്കുന്നു, കൊടി നിൽക്കുന്നു, എല്ലാ ഐറ്റം ഉണ്ട്. ഓക്കെ, ഇപ്പം നമ്മുടെ ഈ വളപ്രയോഗവും കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നല്ലോ. ഇപ്പം നമ്മൾ മറ്റൊരു കൊക്കോ ചോട്ടിലോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ തോട്ടത്തിൽ അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡിറക്കൽ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഷെയ്ഡിറക്കലും മഴ തുടങ്ങാറാകുമ്പോൾ നമ്മൾ എല്ലാ അധികം വരുന്ന കമ്പുകളെല്ലാം കട്ട് ചെയ്ത് കറക്റ്റ് ഒരു കുട പോലെ നല്ല വെട്ടി കറക്റ്റ് ചെയ്ത് നിർത്തണം. ഷെയ്ഡ് ഇറക്കിയില്ലെങ്കിൽ പറ്റുന്ന കേസ് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴയത്ത് ചീക്കുകേട് കൂടും. തുരിശടിച്ചാലും അത് നിൽക്കില്ല ചീക്കുകേട്. ഓക്കെ, അപ്പോൾ എപ്പോഴും നല്ല ഈർപ്പമുള്ള കാലാവസ്ഥയാണോ ഇതിന് ബെറ്റർ, അതോ ഒരു ഡ്രൈ ആയി നിൽക്കുന്ന കാലാവസ്ഥയാണോ എപ്പോഴും നല്ലത്? എപ്പോഴും ഈർപ്പം വന്നു കഴിയുമ്പോഴത്തേക്കും ചീക്കുകേട് വരുമല്ലോ ഓട്ടോമാറ്റിക്കലി. എപ്പോഴും ഡ്രൈ ആയിട്ടുള്ള കാലാവസ്ഥയാണ്, മഴയും വെയിലും ഉള്ളൊരു കാലാവസ്ഥയാണ് നല്ലത്. അപ്പോൾ ഇപ്പോൾ കൊക്കോയുടെ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ സമയത്ത് നമുക്ക് വളരെ കുറവാണ്, കാരണം വിളവെടുപ്പ് സമയത്തില്ല. ഈ വേനൽ നല്ല ചൂടും ഇതൊക്കെ ആയിട്ടില്ല. ഇനിയിപ്പോൾ മഴ പെയ്ത് പൂവായി തുടങ്ങി. ഒരു മഴ പെയ്തപ്പോൾ തന്നെ പൂവായി തുടങ്ങി. ഇനിയിപ്പോൾ 2-3 മഴ കിട്ടി കഴിയുമ്പോൾ നല്ല പൂവാകും, പിന്നെ കായാവും. 90 ദിവസം കൊണ്ട് കാ മൂക്കും. അപ്പോൾ ഏകദേശം ഇപ്പം ഇനിയിപ്പോൾ ഈ കൊക്കോ കൃഷിയിലേക്ക് വരാനായിട്ട് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ടാവുമല്ലോ, പല കൃഷിയും ചെയ്ത്. അപ്പോൾ അവരെ പോലെയുള്ള പുതിയ കർഷകർക്ക് കൊടുക്കാനുള്ളൊരു ഉപദേശം എന്തായിരിക്കും? ഉപദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് കൃഷി പോലെ അനാവശ്യമായിട്ട് വളങ്ങൾ പ്രയോഗിക്കാതിരിക്കുക, അനാവശ്യമായി മരുന്നടിക്കാതിരിക്കുക. നമ്മൾ കൃഷി ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രകൃതിയെയും മറ്റു മനുഷ്യരെയും സ്നേഹിച്ചുകൊണ്ട് കൃഷി ചെയ്യുക എന്നാണ് നമ്മുടെ ഒരു അടിസ്ഥാനം. അതായത് അധികമായി മരുന്നടിക്കാതിരിക്കുക, അധികമായി വളപ്രയോഗം നടത്താതിരിക്കുക. അതൊക്കെ ഭാവിയിൽ മണ്ണിന് ദോഷം ചെയ്യും, പ്രകൃതിക്ക് ദോഷം ചെയ്യും, മനുഷ്യന് ദോഷം ചെയ്യും. അതുകൊണ്ട് കൊക്കോയ്ക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കേടും സംവിധാനങ്ങളൊന്നും പരമാവധി വരാറില്ല. വന്നാൽ തന്നെ അതിന് വളരെ നൈസായിട്ടുള്ള മരുന്നുകൾ പ്രയോഗിച്ചുകൊണ്ട് അളവ് കുറച്ച് ഉപയോഗിക്കുക. പിന്നെ വളമാണെങ്കിലും പ്രയോഗിക്കുന്ന പരിധി വിട്ട് പ്രയോഗിക്കില്ല. പിന്നെ തുരിശടിക്കുന്ന കേസ് നമ്മൾ ബോർഡർ മിശ്രിതം അടിക്കുന്നുണ്ട്, അതും വളരെ നൈസായിട്ട് അടിക്കാവുള്ളൂ. നൈസായിട്ടെന്ന് പറയുമ്പോഴത്തേനും അളവ് കുറയ്ക്കുന്ന ഞാനിപ്പോൾ എൻ്റെ ഈ പറയും 250 കൊക്കോയ്ക്ക് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ ചുമ്മാ പറയുന്നതാണ്, ചിലപ്പോൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അതിനെന്ന് വെച്ചാൽ ഞാൻ 1 കിലോ തുരിശും 100 കക്കയും. പിന്നെ അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് പറയേണ്ട കേസ് എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന പശയുണ്ട്. അത് അപ്സയുടെ പക്ഷിയാണ് ഞാൻ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിനൊരു പ്രത്യേകതയുണ്ട്, അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഒരു തുള്ളി ഇങ്ങനെ ചാടിക്കഴിഞ്ഞാൽ മൊത്തം സ്പ്രെഡ് ചെയ്യും. യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് നൈസായിട്ട് അടിച്ചാൽ മതി, അടിക്കുമ്പോൾ തന്നെ ഫുള്ള് സ്പ്രെഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് 250 കൊക്കോ ഉള്ള നമ്മുടെ ഒരു സുഹൃത്തടിക്കുന്ന 10 കിലോ തുരിശും വെച്ചടിക്കുന്നത്. അപ്പോൾ ഞാനും പുള്ളിയായിട്ടുള്ള വ്യത്യാസം അതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വളരെ നൈസായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു കൊക്കോ എന്ന് പൊട്ടിച്ച് കാണിക്കാൻ സാധിക്കുമോ? അത് നമുക്ക് ചെയ്യാം. ഓക്കെ.
നമുക്ക് ഇന്ന് ഇപ്പോൾ ഈ കൊക്കയിൽ നിന്ന് പറിച്ച കൊക്കയിൽ നിന്ന് പൊട്ടിച്ച് നോക്കാം. അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ തൊണ്ടുകട്ടിയൊക്കെ നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. ഇപ്പോൾ ഇത് നമ്മളിവിടെ ഇത് കൊക്ക പൊട്ടിക്കാൻ പോവുകയാണ്. ഏകദേശം ജമലിക്ക എത്ര കിലോ വരും? ഇത് തൊണ്ടോട് കൂടി എത്ര 1 കിലോ മിച്ചം വരും അല്ലേ? ഇതിൻ്റെ അകത്ത് പരിപ്പ് എന്തോരം കാണും? പരിപ്പ് ഒരു 400, 500, 650 വരെ എനിക്ക് കിട്ടുന്നതാണ്. അതല്ലേ? ഇതൊരു മീഡിയം കായാണല്ലേ? വേനലല്ലേ പറിച്ച് തീരാറ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു എത്ര ഗ്രാം വരും ഏകദേശം? ഒരു 350, 400 ഗ്രാം. നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. ഇതുണ്ട്, ഫുള്ള് തിക്കായിട്ട് കുരുകൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ വലിപ്പമുള്ള പരിപ്പാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. മീഡിയം കായ അല്ലേ? മീഡിയം കായാണ്. അതിൻ്റെ അകത്തൊക്കെ ഇടാം. ഈ അവസരത്തിൽ പച്ചക്ക കൊടുക്കാൻ നഷ്ടമല്ല, ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ട്. വെള്ളം വറ്റി ഡ്രൈ ആയിട്ടിരിക്കണം. ഇത് എത്ര ദിവസം ഉണക്ക് വരും ഇതിന്? നമുക്ക് പരിപ്പാണെങ്കിലും 3 ദിവസം പുളിപ്പിച്ച് ഉണങ്ങാം അല്ലേ? 2 ദിവസം പുളിപ്പിക്കാൻ വെക്കുക. അതല്ലേ? ഓക്കെ. ഇങ്ങനെയുള്ള കായാണ്, വിത്താണ് നമ്മൾ പാകുന്നത്. ഈ ഇനത്തിൻ്റെ പ്രത്യേകത കൊണ്ടും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട്. അതെ. ഓക്കെ. തിക്കായിട്ടുള്ള പരിപ്പാണ് ഇതിൻ്റെ അത് വരുന്നത്. നൈസായിട്ടുള്ള തൊണ്ടൊക്കെ കണ്ടോ? നൈസായിട്ടുള്ള കൈ കൊണ്ട് പൊട്ടിക്കാവുന്ന അവസ്ഥയാണ്. നമ്മൾ നല്ല പൊട്ടിത്തെറിക്കുകയും ചെയ്യും. അതെ. ഇതാണ് നമ്മൾ മുരിക്കാശ്ശേരി കൊക്കോ മങ്കുവൈനം എന്നൊക്കെ പറയുന്നത്. ഇതിന് നമ്മൾ ശാസ്ത്രീയമായിട്ട് നാമകരണം ചെയ്തിരിക്കുന്ന C500 എന്നുള്ള നാമകരണമാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലുള്ള കൊക്കോയിൽ നിന്ന് മെയിൻ തടിയിൽ നിന്ന് എടുത്തിട്ടുള്ള കായ്കളാണ് വിത്തുകളാണ് നമ്മൾ പാകുന്നത്. നമ്മളതുകൊണ്ട് C500 1/2 കിലോ വരെ വരുന്നത് കൊണ്ട് C500 എന്നാണ് ഇതിന് നാമകരണം ചെയ്തിരിക്കുന്നത്. പിന്നെ ചെറിയ കൊക്കോ ആയാലും നമുക്ക് അതിൻ്റെ നിറച്ച് സംഭവമുണ്ട്. ഓക്കെ. വേനലിന് പല ഐറ്റം കൊക്കോ ഉണ്ടല്ലോ. അതെ. നാടൻ പറിക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊന്നും കിട്ടില്ല ഒരു കാരണവശാലും. ഓക്കെ. ഇതാണ് നമ്മുടെ C500 കൊക്കോ തൈകൾ. ഇതാണ് നമ്മൾ കൊക്കോയിൽ തൈയിൽ നിന്നും ഡയറക്റ്റ് വിത്ത് വാങ്ങി മുളപ്പിച്ച തൈകളാണ്. ഇത് 18 മാസം കൊണ്ട് കറക്റ്റായിട്ടുള്ള പരിചരണം നടത്തുകയാണെങ്കിൽ 18 മാസം കൊണ്ട് കായ്ച്ചു തുടങ്ങുന്നതാണ്. നമുക്ക് 2 വർഷം കൊണ്ട് നല്ലൊരു വരുമാനത്തിലേക്ക് ആയി വരുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ എത്തിച്ചു കൊടുക്കും? അതോ നമ്മുടെ 3 നഴ്സറികളിൽ അവൈലബിൾ ആണോ? അതെ. എല്ലാ നഴ്സറിയിലും നമ്മുടെ തൈകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കൂടുതൽ നമ്പറാണെങ്കിൽ നമുക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ്. ഇതിൻ്റെ ബഡ് തൈകൾക്ക് ഇതിൻ്റെ ബഡ് തൈകളുണ്ട്. മാതൃവൃക്ഷത്തിൻ്റെ അതേ ക്വാളിറ്റി കിട്ടണമെങ്കിൽ ബഡ് തൈകൾ വെച്ചാൽ മാത്രമേ കിട്ടുകയുള്ളൂ. ബഡ് തൈകളുണ്ട്. ഉണ്ട്.